Hi all, welcome to the world of statistics. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പാർട്ട് 3 ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്. ഓൾറെഡി നമ്മൾ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് എല്ലാവരും കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ നൗ വി മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്യാവശ്യം ഇതുവരെ പറയാത്ത കുറച്ച് ഭാഗങ്ങളും ഒക്കെ എടുത്ത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റാർട്ടിംഗ് ടു എൻഡിങ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. സോ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ലൈഫ് ടേബിൾ ഈസ് മോസ്റ്റ് യൂട്ടിലൈസ്ഡ് ബൈ. ഒരു ലൈഫ് ടേബിൾ നമ്മൾ മോസ്റ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്, ജനറൽ ഇൻഷുറൻസ് കമ്പനീസ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ് ആൻഡ് ഓൾ ദ എബോവ്. എന്താണ് വരിക ആൻസർ? ലൈഫ് ടേബിൾ മോസ്റ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നത് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ആണ്. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ആണ്. ബിക്കോസ് ഒരു ലൈഫ് ടേബിളില് നമുക്കറിയാലോ സർവൈവല്, പ്രോബബിലിറ്റി ഓഫ് ഡൈയിങ്, പ്രോബബിലിറ്റി ഓഫ് ലിവിങ്, അങ്ങനെ ഒരു ഹ്യൂമൻ ലൈഫിന്റെ ഓൾമോസ്റ്റ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഒരു ലൈഫ് ടേബിളിൽ ഉണ്ട്. സോ ഒബ്വിയസ്ലി ഒരു ലൈഫ് ടേബിൾ മോസ്റ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നത് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ആയിരിക്കും. ഓക്കെ, അത് മൈൻഡിൽ വെച്ചോളാം, നമുക്ക് ആവശ്യമുള്ളതാണ്. Okay. Now the second question. Normally a life table is constructed for an age interval of. സാധാരണ ഒരു ലൈഫ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഏത് ഏജ് ഇന്റർവെല്ലിലാണ്? സാധാരണ ഒരു ലൈഫ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഏത് ഏജ് ഇന്റർവെല്ലിലാണ്? ആക്ച്വലി നമ്മൾ സാധാരണ കാണുന്ന ലൈഫ് ടേബിളുകൾ ഉണ്ട്, അതേപോലെ കുറെ ലൈഫ് ടേബിളുകൾ ഉണ്ട്, എബ്രിജഡ് ലൈഫ് ടേബിളുകൾ ഉണ്ട്, പല ആൾക്കാർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ലൈഫ് ടേബിളുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് ടേബിൾ ആണ്. എബ്രിജഡ് ലൈഫ് ടേബിൾ ഒന്നും അല്ല, നമ്മൾ സാധാരണ ഒരു ലൈഫ് ടേബിൾ ആണ് ആദ്യം പഠിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നോർമൽ ലൈഫ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, ആ നോർമൽ ലൈഫ് ടേബിൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് എത്ര ഏജ് ഇന്റർവെല്ലിലാണ്? സാധാരണയുള്ള ഒരു ലൈഫ് ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ബേസിക്കലി 1 ഇയർ ഏജ് ഡിഫറൻസിനാണ്. അതായത് ഇപ്പം എക്സ് ഒരു ഏജ് ആണെങ്കിൽ എക്സ് ടു എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിനാണ്, എക്സ് ടു എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിനാണ് സാധാരണ ഒരു ലൈഫ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, so the answer is option C, 1 year. Third question. A life table consists of. ഒരു ലൈഫ് ടേബിളിൽ എത്ര കോളംസ് ഉണ്ട്? ഒരു ലൈഫ് ടേബിളിൽ എത്ര കോളംസ് ഉണ്ട്? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7 columns, 8 columns, 9 columns, none of them. ആക്ച്വലി ഇവിടെ ആൻസർ ഒരു ലൈഫ് ടേബിളിൽ 8 columns ഉണ്ട്, 8 columns. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇവിടെ ഉണ്ടാകാവുന്ന ഒരു ഡൗട്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ലൈഫ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ എത്ര കോളംസ് ഉണ്ട്? 8 കോളംസ്. ബേസിക്കലി ഒരു ലൈഫ് ടേബിളിൽ 11 കോളംസ് ആണുള്ളത്. ബേസിക്കലി ഒരു ലൈഫ് ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് 11 കോളംസ് ആണ് ഉള്ളത്. പക്ഷെ നമ്മൾ ഒരു പേർപ്പസ്ഫുള്ളി ഒരു ലൈഫ് ടേബിൾ എഴുതി വരുമ്പോൾ 8 കോളംസേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷെ 11 കോളംസ് ആണ് ഒരു ലൈഫ് ടേബിളിൽ ആക്ച്വലി ഉള്ളത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 11 കോളംസ് ഉണ്ട്, പക്ഷെ 8 കോളംസ് മാത്രമേ നമ്മൾ പെർട്ടിക്കുലർലി എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര കോളംസ് ഉണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരം 8 കോളംസ് മതി. ഓക്കെ, ഇനി ആ 11 കോളംസ് എന്താണല്ലേ? ഫസ്റ്റ് കോളത്തില് നമ്മൾ എക്സ് കൊടുക്കും. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എക്സ് കൊടുക്കും. ഓക്കെ, ആ എക്സ് എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ ഏജിലായിരിക്കുമല്ലോ നമ്മൾ ഈ ലൈഫ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മെയിലിന് പ്രത്യേക ലൈഫ് ടേബിൾ ഉണ്ട്, ഫീമെയിലിന് പ്രത്യേക ലൈഫ് ടേബിൾ ഉണ്ട്. അപ്പോൾ ഒരു ലൈഫ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ കൊടുക്കുന്നത്, നമ്മൾ ആ ലൈഫ് ടേബിൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്
ആ മെയിലിന്റെ അല്ലെങ്കിൽ ഫീമെയിലിന്റെ ഏത് ഏജിലാണ്, അല്ലെങ്കിൽ മെയിൽസിന്റെ അല്ലെങ്കിൽ ഫീമെയിൽസിന്റെ ഏത് ഏജിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ആ ഏജ് ആണ് നമ്മൾ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആ ഇനീഷ്യൽ ഏജ് ആണ്. അതാണ് ഫസ്റ്റ് കോളത്തിൽ വരിക. സെക്കൻഡ് കോളത്തില് LX. എന്താണ് LX? നമ്പർ ഓഫ് പേഴ്സൺ ലിവിംഗ് അറ്റ് എനി സ്പെസിഫൈഡ് ഏജ് X in any year out of an assumed number of births. അപ്പൊ LX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പേഴ്സൺസ് ലിവിംഗ് അറ്റ് എനി സ്പെസിഫൈഡ് ഏജ് X. ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ എക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഏതാണോ ആ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏജ്, ആ ഏജിൽ ഉള്ള നമ്പർ ഓഫ് പേഴ്സൺ, ആ ഏജിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം. അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലായിരിക്കും നമ്മളിത് പറയാ. അതാണ് LX. തേർഡ് കോളത്തില് DX. ആൻഡ് വാട്ട് ഇസ് DX? Number of person among the LX persons who die before reaching the age X plus 1. The number of person who die before the age X plus 1. അതായത് നമ്മൾ ഒരു ഏജ് ഗ്രൂപ്പിൽ ലൈഫ് ടേബിൾ സ്റ്റാർട്ട് ചെയ്തു. ആ ഏജ് ഗ്രൂപ്പിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് LX. ആ LX നമ്മൾ X എന്ന് പറയുന്ന ഏജ് ഗ്രൂപ്പിലാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. ആ ഏജ് ഗ്രൂപ്പ് X+1 ആകുന്നതിന് മുന്നേ, ഇപ്പൊ 10 എന്ന് പറയുന്ന ഒരു ഏജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 11 വയസ്സാവുന്നതിന് മുന്നേ ആ LX ഉണ്ടായിരുന്ന എത്ര പേര് മരിച്ചു, who die before X+1, that is DX. Okay, and the fourth column consists of QX. എന്താണ് QX? Probability that a person of exact age X will die within 1 year. Exact age X will die within 1 year. അപ്പോ കറക്റ്റ് ആ ഏജ്, നമ്മൾ എത്ര ഏജിലാണോ ലൈഫ് ടേബിൾ സ്റ്റാർട്ട് ചെയ്തത്, എക്സാക്ട് ആ പ്രായമുള്ള ഒരു വ്യക്തി ഒരു 1 ഇയറിനകത്ത് മരിക്കാനുള്ള ചാൻസ്, probability ആണ് QX. probability ആണ് QX. നെക്സ്റ്റ് കോളത്തില് PX. PX എന്താ? അതിന്റെ ഓപ്പോസിറ്റ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. ആ എക്സാക്ട് ഏജ് ഉള്ള ആള് സർവൈവ് അപ് ടു ദ ഏജ് X+N. X+N എന്ന് പറയുന്ന ഒരു ഏജ് വരെ, അപ്പൊ അത് കുറച്ചും കൂടെ ഡ്യൂറേഷൻ ഉള്ള ഒരു സമയമാണ്. X+N എന്ന് പറയുന്ന ഒരു ഏജ് വരെ സർവൈവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് PX. ഒരു വർഷത്തിനകത്ത് മരിക്കാനുള്ള പ്രോബബിലിറ്റി ആണ് QX. പക്ഷെ N എന്ന് പറയുന്ന വർഷം വരെ സർവൈവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് PX. നെക്സ്റ്റ് കോളത്തില് MX. ഓക്കെ, MX എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി, 2QX by 2 minus QX. ഇതാണ് നെക്സ്റ്റ് കോളത്തില്. അതായത് ആ മരിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു റേഷ്യോ ആണ് 2QX by 2 minus QX. നെക്സ്റ്റ് കോളത്തില് MUX. What is MUX? MUXന് പകരം, MUX ആണ് ആ കോളത്തിൽ വരുന്നത്, അപ്പൊ അതിന് പകരം MUX+2 നമുക്ക് ഡിഫൈൻ ചെയ്യാം. MUX+2 is equal to X+1/2 is equal to MX. MUX+1/2 എന്ന് പറയുന്നത് MX ആയിരിക്കും. നെക്സ്റ്റ് കോളത്തില് LX, capital LX. What is capital LX? The number of years lived in the aggregate by the cohort of L0 between age X and X+1. Okay. അതായത് എത്ര വർഷക്കാലം, നമ്പർ ഓഫ് ഇയേഴ്സ് ലിവ്ഡ് ഇൻ ദാറ്റ് അഗ്രിഗേറ്റ്, ആ ഒരു ഗ്രൂപ്പിൽ എത്ര വർഷം ജീവിച്ചിരുന്നു ബൈ ദ കൊഹേർട്ട്. കൊഹേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലൈഫ് ടേബിൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് നമ്പർ ഓഫ് ആൾക്കാരുണ്ടല്ലോ, അവര് അത് എത്ര കാലം ജീവിച്ചിരുന്നു.
ഒരു എക്സിനും ഇപ്പം ഏജ് 10 ആണെങ്കിൽ ആ 10നും 11 വയസ്സിനും ഇടയ്ക്ക് എത്ര പേര് ജീവിച്ചിരുന്നു? ദാറ്റ് ഇസ് LX. ഓക്കെ, നെക്സ്റ്റ് കോളത്തില് TX. TX എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് ലിവ്ഡ് ബൈ ദ cohort L0 after attaining the age X. Lived by the cohort after attaining the age X. ആ X എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഏജ് അറ്റൈൻ ചെയ്യുന്നത് വരെ എത്ര കൊഹോർട്ട് ജീവിച്ചിരുന്നു, ആ കൊഹോർട്ട് എത്ര വർഷം ജീവിച്ചിരുന്നു, അതാണ് TX. ഈ TX LX ഒക്കെ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അതിൽ LX Xും X+1 ഇടയ്ക്കാണെങ്കിൽ TX X വരെയുള്ള സമയമാണ്. ആൻഡ് 10ാമത്തെ കോളത്തില് ഈ X raised to 0. ഈ X raised to 0 എന്ന് പറഞ്ഞാൽ TX by LX. TX by LX. അതിനെ നമ്മൾ കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ് എന്ന് വിളിക്കും. കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ്. Complete expectation of life. And finally, the last കോളത്തില് EX. EX. EX എന്ന് പറയുന്നത് EX0 -1/2. ഇത്രയുമാണ് ശരിക്കും ഒരു ലൈഫ് ടേബിളിലുള്ള 11 കോളംസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ 3 കോളംസേ പറയാറുള്ളൂ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. Unemployment rates are similar to. Unemployment rates എന്തിന് സിമിലർ ആണ്? എന്തിന് സിമിലർ ആണ്? ശരിക്കും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് ഡെത്ത് റേറ്റിന് സിമിലർ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും എക്സ്പ്രസ് ചെയ്യുന്നത് ഒരുപോലെയാണ്. രണ്ടും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ദ കൗണ്ട് ഓഫ് എ സ്പെസിഫിക് സബ് ഗ്രൂപ്പ്. അതായത് ഇപ്പൊ ഡെത്ത് റേറ്റ് ആണെങ്കിൽ മരിച്ച ആൾക്കാരുടെ എണ്ണം ബൈ ടോട്ടൽ, അല്ലെ, റിലവന്റ് ടോട്ടൽ പോപ്പുലേഷൻ. അതുപോലെ തന്നെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റും പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഡെത്ത് റേറ്റുമായിട്ട് സിമിലർ ആണെന്ന് പറയുന്നത്. പക്ഷെ ബാക്കി പറയുന്ന സർവൈവൽ റേറ്റോ മൈഗ്രേഷൻ റേറ്റോ ഒന്നും അങ്ങനത്തെ ഒരു സിമിലാരിറ്റി അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഡെത്ത് റേറ്റ് ആൻസർ ആയിട്ട് പറയുന്നത്. ഓക്കെ, fifth question. A population have constant size and composition is called. ഒരു പോപ്പുലേഷന്റെ സൈസ് കോൺസ്റ്റന്റ് ആണ് ആൻഡ് ഓൾസോ കോമ്പോസിഷൻ. അങ്ങനെയാണെങ്കിൽ ആ പോപ്പുലേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അപ്പോ ഒരു പോപ്പുലേഷന്റെ സൈസ് കോൺസ്റ്റന്റ് ആണ് ആൻഡ് കോമ്പോസിഷനും കോൺസ്റ്റന്റ് ആണ്, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? Here the answer is stationary population. Stationary population. എന്താണ് stationary population? ഒരു പോപ്പുലേഷൻ, നമ്മുടെ കയ്യിൽ ഒരു പോപ്പുലേഷൻ ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അത് സ്റ്റേഷനറി ആണെന്ന് പറയണമെങ്കിൽ കോൺസ്റ്റന്റ് സൈസ് ആയിരിക്കണം, കോൺസ്റ്റന്റ് ഏജ് ആയിരിക്കണം, ആൻഡ് ഓൾസോ സെക്സ് കോമ്പോസിഷനും കോൺസ്റ്റന്റ് ആയിരിക്കണം. ആ പോപ്പുലേഷന്റെ സൈസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം, ഏജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം, അതേപോലെ സെക്സ് കോമ്പോസിഷൻ, ജെൻഡർ പ്രപ്പോർഷൻ ഒക്കെ സെയിം ആയിരിക്കണം. ഓക്കെ, അതായത് ഈ കോൺസ്റ്റന്റ് സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് മൈഗ്രേഷനും എമിഗ്രേഷനും ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതൊന്നും എഫക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് സ്റ്റേഷനറി പോപ്പുലേഷൻ. അപ്പൊ കോൺസ്റ്റന്റ് സൈസ് ആയിട്ടുള്ള, കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ നമ്മൾ സ്റ്റേഷനറി പോപ്പുലേഷൻ എന്ന് വിളിക്കും. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ. A population maintaining a constant growth rate is said to be. ഒരു പോപ്പുലേഷൻ ഒരു കോൺസ്റ്റന്റ് ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ അതിനെ എന്ത് വിളിക്കും?
കോൺസ്റ്റന്റ് സൈസ് അല്ല, കോൺസ്റ്റന്റ് ഗ്രോത്ത് റേറ്റ്. ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ആ പോപ്പുലേഷനെ എന്ത് വിളിക്കാം? ദാറ്റ് പോപ്പുലേഷൻ ഇസ് നോൺ ആസ് എ സ്റ്റേബിൾ പോപ്പുലേഷൻ. സ്റ്റേബിൾ പോപ്പുലേഷൻ. അപ്പൊ എന്താ സ്റ്റേബിൾ പോപ്പുലേഷൻ? ഫിക്സഡ് ഏജ് ആയിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിക്സഡ് ഏജ് ആയിരിക്കും. പിന്നെ സെക്സ് ഡിസ്ട്രിബ്യൂഷൻ ഫിക്സഡ് ആയിരിക്കും. പിന്നെ കോൺസ്റ്റന്റ് മോർട്ടാലിറ്റി ആൻഡ് ഫെർട്ടിലിറ്റി റേറ്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് മോർട്ടാലിറ്റി ആണെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ് ആയിരിക്കും. അതേപോലെ ഇമിഗ്രേഷനും മൈഗ്രേഷനും ഒന്നും എഫക്ട് ചെയ്യില്ല. ക്ലോസ്ഡ് അണ്ടർ ഇമിഗ്രേഷൻ ആൻഡ് മൈഗ്രേഷൻ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു പോപ്പുലേഷനെയാണ് നമ്മൾ സ്റ്റേബിൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും മെയിൻ പോയിന്റ് കോൺസ്റ്റന്റ് ഗ്രോത്ത് റേറ്റ് ആണ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, സ്റ്റേബിൾ പോപ്പുലേഷൻ. Seventh question. The probability of dying of a person of age between x and x plus 1 years is known as. ഒരു ആള് എക്സിനും എക്സ് പ്ലസ് വണ്ണിനും ഇടയ്ക്ക്, ഏജിന്റെ ഇടയ്ക്ക് മരിക്കാനുള്ള പ്രോബബിലിറ്റി പറയുന്ന പേരെന്താണ്? സെൻട്രൽ മോർട്ടാലിറ്റി റേറ്റ്. അതാണ് സെൻട്രൽ മോർട്ടാലിറ്റി റേറ്റ്. ഓക്കെ, സെൻട്രൽ മോർട്ടാലിറ്റി റേറ്റ്. അപ്പോ ഇതിനകത്തുനിന്ന് സെൻട്രൽ മോർട്ടാലിറ്റി റേറ്റിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. സെൻട്രൽ മോർട്ടാലിറ്റി റേറ്റ് ഇസ് ദി പ്രോബബിലിറ്റി ഓഫ് ഡൈയിങ് ഓഫ് എ പേഴ്സൺ of age between x and x plus 1 years is known as central mortality rate. That is central mortality rate. Okay. Eighth question. A life table constructed for an age interval of 5 to 10 years is specifically known as. 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഏജ് ഗ്യാപ്പിൽ പ്രിപ്പയർ ചെയ്യുന്ന ലൈഫ് ടേബിൾസിനെ വിളിക്കുന്ന പേരെന്താണ്? അത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു. എബ്രിജ്ഡ് ലൈഫ് ടേബിൾ. എബ്രിജ്ഡ് ലൈഫ് ടേബിൾ. അപ്പൊ നമുക്ക് പല തരത്തിലുള്ള ലൈഫ് ടേബിൾസ് ഉണ്ട്. ഈ ഓരോ സയന്റിസ്റ്റ് ഇൻവെന്റ് ചെയ്ത ലൈഫ് ടേബിളുകൾക്ക് അങ്ങനെ പേരുകളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും രണ്ടെണ്ണം മതി. നമ്മുടെ സാധാ ലൈഫ് ടേബിളും ആൻഡ് എബ്രിജ്ഡ് ലൈഫ് ടേബിളും. സാധാ ലൈഫ് ടേബിൾ ആണെങ്കിൽ 1 ഇയർ ഏജ് ഗ്യാപ്പ് ആയിരിക്കും ഉണ്ടാവുക. എബ്രിജ്ഡ് ലൈഫ് ടേബിൾ ആണെങ്കിൽ 5 to 10 ഇയേഴ്സ് ഓഫ് ഏജ് ഇന്റർവെല്ലിലാണ് ആ ലൈഫ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അത് ഓർത്ത് വെക്കാം. 5 to 10 ഇയേഴ്സ് ഏജ് ഗ്യാപ്പിലാണെങ്കിൽ അത് എബ്രിജ്ഡ് ലൈഫ് ടേബിൾ ആയിരിക്കും. Okay. Ninth question. An abridged life table can be constructed by the method suggested by. ഈ abridged life table കൺസ്ട്രക്ട് ചെയ്തത് ആര് സജസ്റ്റ് ചെയ്ത മെത്തേഡിലാണ്? റീഡ് മെറൽ ആണോ, ഗ്രീവില്ലി ആണോ, ജീക്കിങ് ആണോ, അതോ ഓൾഡേബോ ആണോ? ഓൾഡേബോ. ബിക്കോസ് ഈ abridged ലൈഫ് ടേബിൾ എന്ന് പറയുന്നത് 5 വർഷം മുതൽ 10 വർഷം വരെ ഏജ് ഇന്റർവെല് വരുന്ന ലൈഫ് ടേബിൾസിനെ ഒക്കെ നമ്മൾ abridged ലൈഫ് ടേബിൾസ് എന്നാ പറയുന്നത്. അതില് ഈ റീഡ് മെറൽ പ്രപ്പോസ് ചെയ്തത് 10 വർഷം 10 ഇയർ ഏജ് ഇന്റർവെല്ലിലുള്ള ലൈഫ് ടേബിൾ ആണ്. അതും abridged ലൈഫ് ടേബിൾ തന്നെയാണ്, പക്ഷെ ഏജ് ഇന്റർവെല് 10 ഇയർ ആണെന്നേ ഉള്ളൂ. പിന്നെ ഗ്രീവില്ലി പ്രപ്പോസ് ചെയ്തതാണെങ്കിൽ 5 ഇയർ ഏജ് ഇന്റർവെല്ലിലാണ്. അതും abridged ലൈഫ് ടേബിൾ ആണ്, പക്ഷെ ഗ്രീവില്ലി ആണ് പ്രപ്പോസ് ചെയ്തത്. ഇനി ജീക്കിങ് ആണെങ്കിലോ, അത് മറ്റേ ഡെമോഗ്രാഫിക് സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ് ജീക്കിങ്ങിന്റെ, അല്ല നമ്മുടെ abridged ലൈഫ് ടേബിൾ അല്ല. അപ്പൊ റീഡ് മെറലും ഗ്രീവില്ലിയും abridged ലൈഫ് ടേബിൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ റീഡ് മെറൽ ആണെങ്കിൽ 10 ഇയറും ഗ്രീവില്ലി ആണെങ്കിൽ 5 ഇയറും ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓൾഡേബോ. ജീക്കിങ് കൊണ്ടുവന്നതും ഒരു ലൈഫ് ടേബിൾ തന്നെയാണ്, abridged ലൈഫ് ടേബിൾ തന്നെയാണ്, പക്ഷെ അത് ഡെമോഗ്രാഫിക് പേർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, 10th question. Reed Merrill method of construction of abridged life table utilizes
എന്ത് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് റീഡ്മറിൽ നമ്മുടെ എബ്രിജ്ഡ് ലൈഫ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തത്? So the answer is option B. Central mortality rate യൂസ് ചെയ്തിട്ടാണ്. സെൻട്രൽ മോർട്ടാലിറ്റി റേറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് റീഡ്മറിൽ എബ്രിജ്ഡ് ലൈഫ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തത്. ബിക്കോസ് these rates are combined to estimate survival probabilities and construct the abridged life table. Survival probabilities estimate ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. നിങ്ങൾ അങ്ങനെ ഒന്നും ഓർക്കണ്ട, ചുമ്മാ ഓർത്ത് വെച്ചാൽ മതി. റീഡ്മറിൽ കൊണ്ടുവന്നത് ഒരു 10-year ഏജ് ഇന്റർവെല്ലുള്ള എബ്രിജ്ഡ് ലൈഫ് ടേബിൾ ആണ്. അതിന് സെൻട്രൽ മോർട്ടാലിറ്റി റേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്രയും ഓർത്താൽ മതി. Okay. 11th question. The central mortality rate, say mx in terms of qx, is given by the formula. അതല്ലേ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു തന്നത്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലൈഫ് ടേബിളിൽ എത്ര കോളംസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കോളംസ് എത്ര ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 11 കോളംസ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. അപ്പൊ ഞാൻ അതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് mx, that is central mortality rate, is equal to 2qx by 2 minus qs. That is option B. അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ലൈഫ് ടേബിളിലെ കോളംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കണ്ടേ? എന്നാലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പൊ 11 കോളംസും അതിന്റെ അകത്തുള്ളത് ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. So here the answer is option B, 2qx minus 2 minus qx. Okay. 12th question. Net reproduction rate is more viable than gross reproduction rate because net reproduction rate, അതായത് NRR, is more viable than gross reproduction rate. അത് gross reproduction rateനേക്കാളും more viable ആണെന്ന് പറയുന്നു. എന്തുകൊണ്ട്? It takes into account fertility rate as well as mortality rate. It makes use of life tables. It utilizes survival rate all day. എന്താണ് വരിക? ഈ NRR എന്താ, ഈ GRR എന്താണെന്ന് ഓൾറെഡി നമ്മൾ ഇതിന് തൊട്ടു മുന്നേ ഉള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ NRR എന്താ? നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്. ആവറേജ് നമ്പർ ഓഫ് ഡോട്ടേഴ്സ് a woman would bear during her reproductive period, taking into account mortality of women at each age. അതായത് ആവറേജ് നമ്പർ ഓഫ് ഡോട്ടേഴ്സ് എ വിമൻ വുഡ് ബിയർ, ഒരു എന്താ പറയാ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു വിമൻ ബിയർ ചെയ്യുന്ന ആവറേജ് നമ്പർ ഓഫ് ഡോട്ടേഴ്സ്. പക്ഷേ അപ്പൊ നമ്മൾക്കൊരു കൺഫ്യൂഷൻ വരും, ഇത് തന്നെ ആയിരുന്നില്ലേ GRRും, ഇത് തന്നെ ആയിരുന്നില്ലേ ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റും? പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം? ഇറ്റ് ടേക്കിംഗ് ഇൻ അക്കൗണ്ട് ദ മോർട്ടാലിറ്റി ഓഫ് സച്ച് വിമൻ. ആ ഏജ് ഗ്രൂപ്പിലുള്ള വിമനിന്റെ മോർട്ടാലിറ്റി കൂടെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ഏജ് ഗ്രൂപ്പിലുള്ള വിമൻസിന്റെ മോർട്ടാലിറ്റിയും കൂടെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ആൻസർ ചെയ്ത് വരുമോ നോക്കാം. അപ്പൊ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് ഇസ് മോർ വയബിൾ ദാൻ ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇറ്റ് ടേക്സ് ഇൻ അക്കൗണ്ട് ഫെർട്ടിലിറ്റി റേറ്റ്സ് ആസ് വെൽ ആസ് മോർട്ടാലിറ്റി റേറ്റ്. കറക്റ്റ് ആണ്. ഫെർട്ടിലിറ്റി റേറ്റിന്റെ കൂടെ മോർട്ടാലിറ്റി റേറ്റും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇറ്റ് മേക്സ് യൂസ് ഓഫ് ലൈഫ് ടേബിൾസ്. ഇത് ലൈഫ് ടേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട് ഉണ്ട് ടു എസ്റ്റിമേറ്റ് സർവൈവൽ പ്രോബബിലിറ്റി അറ്റ് ഈച്ച് ഏജ്. അതാ ലൈഫ് ടേബിൾസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്തിനാണ്? ടു എസ്റ്റിമേറ്റ് സർവൈവൽ പ്രോബബിലിറ്റീസ് അറ്റ് ഈച്ച് ഏജ്. ആ ഏജ് ഗ്രൂപ്പിലെ ഓരോ ഏജ് ഗ്രൂപ്പിലെയും സർവൈവൽ റേറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫ് ടേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് യൂട്ടിലൈസസ് ദി സർവൈവൽ റേറ്റ്. അപ്പൊ അതും കറക്റ്റ് ആണ്.
So here the answer is option D, all the above. ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ജസ്റ്റ് ഡെഫിനിഷൻ അറിഞ്ഞാൽ മതി നമുക്ക് ഇങ്ങനെയുള്ള ആൻസേഴ്സ് ചെയ്യാനായിട്ട്. ഓക്കെ, 13th question. The relation between NRR and GRR is. NRR-ഉം GRR-ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? NRR and GRR are usually equal. ഒരിക്കലും അല്ല. Because NRR-ൽ മോർട്ടാലിറ്റിയും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ ഈക്വൽ ആവുക? NRR can never exceed GRR. NRR ഒരിക്കലും GRR-നേക്കാൾ എക്സീഡ് ചെയ്ത് പോവില്ല. അത് ശരിയാ, കാര്യം നമ്മൾ മോർട്ടാലിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്, അവിടെ മരണ റേറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരിക്കലും GRR-ന് മേലെ പോവില്ല. അതാണ് കറക്റ്റ് ഓപ്ഷൻ. NRR is generally greater than GRR, none of them. ഒന്നും വരില്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ ഒരിക്കലും ഈക്വൽ ആവില്ല, ബിക്കോസ് മോർട്ടാലിറ്റി റേറ്റും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് നമ്മള്. ആൻഡ് ഓൾസോ ഗ്രേറ്റർ ദാനും വരില്ല, ബിക്കോസ് ആ മോർട്ടാലിറ്റിയുടെ ഒരു സംഭവം അവിടെ ഉള്ളതുകൊണ്ട്. അപ്പൊ ആൻസർ ക്യാൻ നെവർ എക്സീഡ് GRR. Fourteenth question. NRR equal to 1 leads one to conclude that. NRR correct 1 വന്ന അതിന്റെ അർത്ഥം എന്താ? Female population with exactly replace itself. Population remain constant. There is no mortality in female births till their childbearing age all day. NRR 1 ആണെന്ന് എന്ന് വെച്ചാൽ average number of daughters that bear the woman in her എന്താ പറയാ pregnancy period equal to 1 ആണെന്ന്. അതിന്റെ അർത്ഥം എന്താ? ഒന്നാമത്തെ ഓപ്ഷൻ വരുമോ? നമുക്ക് ഓപ്ഷൻസ് വെരിഫൈ ചെയ്ത് നോക്കാം. ഫീമെയിൽ പോപ്പുലേഷൻ വിൽ എക്സാക്ട്ലി റീപ്ലേസ് ഇറ്റ് സെൽഫ്. അതായത് ഈച്ച് വുമൺ ഇസ് റീപ്ലേസിംഗ് ഹെർസെൽഫ് വിത്ത് എക്സാക്ട്ലി 1 ഡോട്ടർ. അതല്ലേ അതിന്റെ അർത്ഥം? അത് കറക്റ്റ് അല്ലേ? ആവറേജ് നമ്പർ ഓഫ് ഡോട്ടേഴ്സ് ആണ് NRR. അത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാക്ട്ലി 1 ഡോട്ടറെ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അപ്പൊ വിൽ എക്സാക്ട്ലി റീപ്ലേസ് ഇറ്റ് സെൽഫ്, അത് തന്നെയായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. പോപ്പുലേഷൻ റിമൈൻസ് കോൺസ്റ്റന്റ്, അതും ശരിയാ, കാരണം ആവറേജ് നമ്പർ ഓഫ് ഡോട്ടർ ഒന്നേ ഉള്ളൂ. അപ്പൊ ദാറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്, ആ ഒരെണ്ണേ അവിടെ ഉള്ളൂ. അപ്പൊ അതും കറക്റ്റാ. ദർ ഇസ് നോ മോർട്ടാലിറ്റി ഇൻ ഫീമെയിൽ ബേർഡ്സ് ടിൽ ദെയർ ചൈൽഡ് ബിയറിംഗ് ഏജ്, അതും കറക്റ്റാ. അവിടെ മോർട്ടാലിറ്റി ഇല്ല, കാര്യം NRR കറക്റ്റ് 1, ആവറേജ് നമ്പർ ഓഫ് ഡോട്ടേഴ്സ് കറക്റ്റ് 1. അപ്പൊ അവിടെ മോർട്ടാലിറ്റി സംഭവിച്ചിട്ടില്ല ഇൻ ഫീമെയിൽ ബേർഡ്സ് ടിൽ ദെയർ ചൈൽഡ് ബിയറിംഗ് ഏജ് ഗ്രൂപ്പ്, ആ ഒരു ചൈൽഡ് ബിയറിംഗ് ഏജ് ഗ്രൂപ്പിൽ. So the answer is option D, all the above. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വെറുതെ നമ്മുടെ ഡെഫിനിഷനിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, അപ്പൊ മനസ്സിലായിക്കോളും. Okay. So here the answer is option D, all the above. NRR കറക്റ്റ് വന്നു കഴിഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് ഡോട്ടേഴ്സ് 1 ആണ്. അപ്പൊ മോർട്ടാലിറ്റി ഇല്ല അവിടെ, പോപ്പുലേഷൻ കോൺസ്റ്റന്റ് ആണ്, എക്സാക്ട്ലി ഒരാളെ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. 15th question. The value of NRR is less than 1 is indicator of. NRR-ന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റിഡക്ഷൻ ഇൻ പോപ്പുലേഷൻ. പോപ്പുലേഷൻ കുറയാണ് ലെസ് ദാൻ 1 ആണെങ്കിൽ. റിഡക്ഷൻ ഇൻ പോപ്പുലേഷൻ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ, സിമ്പിൾ ലോജിക്കൽ ആലോചിച്ചാൽ കിട്ടും. റിഡക്ഷൻ ഇൻ പോപ്പുലേഷൻ. NRR ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ റിഡക്ഷൻ ആണ് അവിടെ കാണിക്കുന്നത്. 16th question and the second last question. A deep consideration of NRR brings forth. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. കുറച്ചു മുന്നേ നമ്മൾ, അതായത് തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞില്ലേ NRR ലെസ് ദാൻ 1 ആണെങ്കിൽ റിഡക്ഷൻ ഇൻ പോപ്പുലേഷൻ ആണെന്ന്. അപ്പൊ NRR ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആയിരിക്കും. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആയിരിക്കും. എപ്പോഴും ഇപ്പൊ നമ്മൾ പറയുന്നത് തന്നെ ചോദിക്കണം എന്നില്ലല്ലോ. അപ്പൊ ലെസ് ദാൻ 1 വന്നാൽ റിഡക്ഷൻ ആണ്, ഗ്രേറ്റർ ദാൻ 1 വന്നാൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ്.
ഇനി ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. A deep consideration of NRR brings forth that its basis of using constant fertility and mortality rates is not very appropriate. Migrants are not the subject of NRR, which is not correct. ASFR, that is age specific fertility rate, are taken as constant for NRR, which is not true in real life. All the above. എന്താണ് ആൻസർ ഇവിടെ? ഒന്നാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? അതായത് NRRന്റെ ഡീപ് കൺസിഡറേഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഓപ്ഷൻ, ഇറ്റ്സ് ബേസിസ് ഓഫ് യൂസിങ് കോൺസ്റ്റന്റ് ഫെർട്ടിലിറ്റി ആൻഡ് മോർട്ടാലിറ്റി റേറ്റ്സ് ഇസ് നോട്ട് വെരി അപ്രോപ്രിയേറ്റ്. കോൺസ്റ്റന്റ് ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് അസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബേസിസ് ആയിട്ട് NRR എടുക്കുന്നത് അപ്രോപ്രിയേറ്റ് അല്ല. അപ്പൊ അത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. NRR കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് assuming current age specific fertility റേറ്റും മോർട്ടാലിറ്റി റേറ്റും റിമൈൻസ് കോൺസ്റ്റന്റ്, അങ്ങനെ ഒരു അസംഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അത് ശരിയാണ്. സെക്കൻഡ് ഓപ്ഷനോ, മൈഗ്രൻസ് ആർ നോട്ട് ദ സബ്ജക്ട് ഓഫ് NRR, വിച്ച് ഇസ് നോട്ട് കറക്റ്റ്. മൈഗ്രൻസ് NRR ഒരു സബ്ജക്റ്റേ അല്ല, അത് തെറ്റാണ്. അത് ശരിയാണ്. കാരണം NRR focus only on the resident female population. Resident female population മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. Resident female population മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ശരിയാണ്. ASFR, അതായത് age specific fertility rate, are taken as constant of NRR, which is not true in real life. അത് കറക്റ്റ് ആണ്. അത് ഞാനിപ്പോ ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞല്ലോ. Constant during calculation in reality it fluctuates over time. അതായത് ഈ ASFR എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ which is not true. അത് ശരിയല്ല. ശരിയാണ്. So the answer is option B, all day. Okay. Last question. Life table has also been named as. Life table ne എന്തെന്നും വിളിക്കാം? ലൈഫ് ടേബിളിന്റെ മറ്റൊരു പേര് മോർട്ടാലിറ്റി ടേബിൾ. മോർട്ടാലിറ്റി ടേബിൾ. മോർട്ടാലിറ്റി ടേബിൾ എന്നാണ് ലൈഫ് ടേബിളിന്റെ വേറൊരു പേര്. മോർട്ടാലിറ്റി ടേബിൾ. മനസ്സിലായി വെച്ചാൽ മതി. ഓക്കെ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വൈറ്റലിന് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ സജഷൻസോ കൺഫ്യൂഷൻസോ മിസ്റ്റേക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. പേഴ്സണലി മെസ്സേജ് ചെയ്ത് പറയാം. ആൻഡ് ഓൾസോ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് മോർ വീഡിയോസ് അപ് ടു ഡേറ്റ്. ഓക്കെ. So thank you. Thank you all for watching my videos, and also wait for the next video.